കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലരുടെ പരാതിയാണ്, ഞങ്ങൾ വെട്ടിയാൽ പാല് കിട്ടുന്നില്ല. ഞങ്ങൾ നല്ലതുപോലെ നോക്കുന്നുണ്ട്, വളങ്ങൾ ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ റബ്ബർ മരത്തിന് പാല് കിട്ടുന്നില്ല. അപ്പുറത്തെ തോട്ടത്തിൽ വെട്ടുമ്പോൾ 10 മരത്തിൽ നിന്നൊക്കെ ഒരു ഷീറ്റ് കിട്ടുമ്പോൾ എനിക്ക് 50 മരം വെട്ടിയാൽ ഒരു ഷീറ്റ് കിട്ടുന്നില്ല. എൻ്റെ മരം നല്ല മരമാണ്, വണ്ണമുണ്ട് എന്നൊക്കെ പലരും പറയുന്ന കേൾക്കാം. എന്താണ് അതിൻ്റെ കാര്യം? നമ്മുടെ റബ്ബർ മരത്തിന് പാല് കിട്ടാത്ത എന്താണ്? പാല് കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ 5 മരത്തിൽ നിന്ന് ഒരു ഷീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. എന്താണ് ഇതിൻ്റെ പാല് കുറയാനുള്ള കാരണം? സാധാരണ ഒരു കർഷകൻ റബ്ബർ തൈ വെക്കുന്ന രീതി എന്ന് പറയുന്നത്, റബ്ബർ നട്ട് പിടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു നഴ്സറി പോയിട്ട് റബ്ബർ തൈ മേടിച്ചുകൊണ്ട് വെക്കുന്നു, നല്ല രീതിയിൽ വളം ഇടുന്നു, 3 പ്രാവശ്യമൊക്കെ വളം ഇടുന്നു, നല്ല രീതിയിൽ പരിപാലിക്കുന്നു, 8 വർഷമാകുമ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നു, ടാപ്പിംഗൊക്കെ അതിമനോഹരമായിട്ട് ചെയ്യുന്നു, വീണ്ടും നല്ല രീതിയിൽ വളമിട്ട് നോക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് പാല് കിട്ടാത്തതിൻ്റെ കാര്യം, എത്ര നല്ല മരമാണെന്ന് പറഞ്ഞാലും, എത്ര ഏതിനം മരമാണെന്ന് പറഞ്ഞാലും, അപ്പോൾ നമ്മൾ തൈ വാങ്ങുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റബ്ബർ തൈ വാങ്ങുമ്പോൾ ആ നഴ്സറിയിൽ നിന്ന് തൊട്ട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു റബ്ബർ മരം ബഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു റബ്ബർ തൈ വെക്കുന്നു, അത് തളുത്ത് വരുമ്പോൾ അത് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയെടുത്താണ് ബഡ് ചെയ്യുന്നത്. വീണ്ടും അവർ ആ കുറ്റിയിൽ നിന്ന് തന്നെ വീണ്ടും തളുത്ത് കയറി വരും, വീണ്ടും അവരത് മുറിച്ച് ബഡ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ചിലത് ഒരു 10-20 വർഷം വരെയൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം മുറിച്ച് ബഡ് ചെയ്തെടുക്കുന്ന ആ ഇനങ്ങൾക്കായിരിക്കും, ആ തൈകൾക്കായിരിക്കും നല്ല കരുത്തും നല്ല പാലുൽപാദനവും കിട്ടുന്നത്. അപ്പോൾ പിന്നെ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അതിൽ നിന്ന് മുറിച്ചെടുത്ത് ബഡ് ചെയ്യുന്നതിന് പാലുൽപാദനം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കണം. ഈ ബഡ് ചെയ്യുന്ന ഈ ബഡ് മുട്ടിന് എന്തുമാത്രം, ഈ കുറ്റിക്ക് എന്തുമാത്രം പഴക്കമുണ്ടെന്ന് ആദ്യം നോക്കണം. നമുക്ക് ഏകദേശം എൻ്റെ വണ്ണം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും എന്തുമാത്രം പഴക്കമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം പഴക്കമായ കുറ്റിയിൽ നിന്ന് ബഡ് ചെയ്യുന്ന ആ തൈകൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ നഴ്സറി പോയിട്ട് ഇത് നോക്കണം, ഇത് എവിടെ നിന്നാണ് ഈ കുറ്റി, ഏത് കുറ്റിയിൽ നിന്നാണ് ഇത് ബഡ് ചെയ്തെടുക്കുന്നത് നോക്കണം. അവരും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർഷങ്ങൾ കുറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറ്റി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു തൈ നട്ട് 1 വർഷമൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ കമ്പ് മുറിച്ചെടുക്കാൻ പറ്റും ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും അതൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ തൈ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ ഏറ്റവും തഴപ്പുള്ള ഒരു തൈ നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ 2 തട്ട് വലിപ്പമുള്ള തൈ എടുക്കുന്നെങ്കിൽ ഒരേപോലുള്ള 2 തട്ട് വലിപ്പമുള്ള തൈ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നഴ്സറിക്കാർ എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയായിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെ വാങ്ങാതിരിക്കുക. ഇനിയിപ്പോൾ പുതുതായിട്ട് കുറച്ച് ഭൂമിയൊക്കെ മേടിച്ചിട്ട് റബ്ബർ കൃഷി തുടങ്ങാനായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ നല്ല ചരിവുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം. റബ്ബർ പിടിക്കുന്ന സ്ഥലം നല്ല ചരിവുള്ള സ്ഥലമാണ്, നിരപ്പുള്ള സ്ഥലത്തിനേക്കാളും. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തൈ നട്ടിട്ട് വീട്ടിൽ ഇരുന്നാൽ പോലെ നമ്മൾ അത് വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ടാപ്പിംഗ് ആരംഭിക്കുന്നിടം വരെയും നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ നോക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള വളർച്ച എത്തുകയുള്ളൂ. അപ്പോൾ 7 വർഷം ആയി കഴിഞ്ഞിട്ടാണ് ടാപ്പിംഗ് ചെയ്യേണ്ടത്. 7 വർഷം കഴിയുമ്പം 20 ഇഞ്ച് വണ്ണം ആയതിനു ശേഷമുള്ള മരങ്ങൾ മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. ചിലർ മാർക്ക് ചെയ്യുമ്പോൾ 15 ഇഞ്ചിന് മേലോട്ടുള്ള മരങ്ങളൊക്കെ അങ്ങ് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 15 ഇഞ്ചിന് അതൊക്കെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. പിന്നെ ആ മരം പിന്നീട് പാൽ ഉൽപ്പാദനം തന്നെ കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 20 ഇഞ്ചെങ്കിലും മിനിമം ഇല്ലാതെ ടാപ്പിംഗ് ആരംഭിക്കരുത്. പിന്നെ നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും തണ്ണിപ്പട്ട മുറിഞ്ഞ് തടിയെ കൊള്ളാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ടാപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ടാപ്പിംഗ് അങ്ങനെ മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീപ്പട്ട വരുമ്പോഴത്തേക്ക് നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു കായം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് മുഴ രൂപപ്പെടും. പിന്നെ റീപ്പട്ട വെട്ടുമ്പോഴത്തേക്ക് അത് നമുക്കവിടെ ടാപ്പിംഗ് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് മാത്രമല്ല, ആ റീപ്പട്ട വെട്ടുമ്പോൾ പാലും കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നീട് പെട്ടെന്ന് ഈ മരം ഷോർട്ട് വെട്ടി മുറിച്ച് കളയുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുറിച്ച് കളയുമ്പോൾ നമുക്ക് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം നമ്മളൊരു മരം 20 വർഷമെങ്കിലും ടാപ്പിംഗ് ചെയ്തെങ്കിൽ നമുക്ക് ആദായകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അടുത്ത പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റെയിൻ ഗാർഡിങ് ഇട്ട് ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, നമ്മളൊരു ഏപ്രിൽ മാസമൊക്കെ ടാപ്പിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ കറക്റ്റ് ജനുവരി തന്നെ ടാപ്പിംഗ് നിർത്തണം. പിന്നെ ബാക്കി ഈ 2-3 മാസം റെസ്റ്റ് അത്യാവശ്യമായിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് ഇടാതെ ടാപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു ഏപ്രിൽ മാസമൊക്കെ ടാപ്പിംഗ് ചെയ്തിട്ട് ജൂൺ മാസം ആകുമ്പോൾ ഒന്ന് ടാപ്പിംഗ് നിർത്തി കൊടുക്കുക, പൂർണ്ണമായിട്ട് നിർത്തി കൊടുക്കുക. അതിനുശേഷം മഴയെ കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ മാസമൊക്കെ ടാപ്പിംഗ് ആരംഭിച്ചിട്ട് ഒരു ജനുവരിയിൽ നിർത്തി കൊടുക്കണം. അപ്പോൾ ചിലർ ചെയ്യുന്നതാണ്, റെയിൻ ഗാർഡ് ഇടാത്തവർ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ടാപ്പിംഗ് ചെയ്യുന്ന കാണാം. അപ്പോൾ കാലാവസ്ഥ നോക്കിയിട്ട് മഴ പെയ്യത്തില്ലെന്നൊക്കെ വിചാരിച്ച് ടാപ്പിംഗ് ചെയ്യും. അപ്പോൾ മഴ പെയ്ത് പട്ടയൊക്കെ പഴുത്തുവാൻ കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ടാപ്പിംഗിൽ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബർ തൈ നടുമ്പോൾ ഇനം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം നോക്കി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പാലുൽപാദനം ഉള്ള ഇനങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ 414 ഇപ്പം പലരും പറയുന്നുണ്ട്, ആ മരത്തിന് ആദ്യം 2-3 വർഷം പാല് കിട്ടുമെങ്കിലും പിന്നീട് പാലില്ല, പട്ടമരവപ്പാണ്, പാലില്ലാത്തൊരവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പഴയതുപോലെ 105 ഇപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ 105 പ്രതിരോധശേഷി കുറവാണ്. അപ്പോൾ ഇലയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്, പിന്നെ കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോകാറുമുണ്ട്. മറ്റേതാണെങ്കിൽ പട്ടമരവപ്പാണെങ്കിലും മരം ഒടിഞ്ഞു പോകത്തില്ല, ഇല പൊഴിഞ്ഞു പോകുന്നതും കാണുന്നില്ല. അഥവാ ഇല പൊഴിഞ്ഞു പോയാലും പെട്ടെന്ന് പ്രതിരോധശേഷി ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അടുത്ത തലത്ത് വരുന്നതാണ് കാണുന്നത്. പിന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടാപ്പിംഗ് ചെയ്യേണ്ട സമയം. അതായത് വെളുപ്പാങ്കാലം 3 മണി തൊട്ട് രാവിലെ 8 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം. ഈ സമയത്താണ് മുകളിൽ നിന്നുള്ള പാല് മൊത്തം പട്ടയിലോട്ട് വരുന്ന ഒരു സമയം. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ട് പാല് മുകളിലോട്ട് പകുതിയും പോവും. പിന്നീട് നമ്മൾ ടാപ്പിംഗ് ചെയ്താലും പാല് വളരെ കുറവായിരിക്കും.
ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയിൽ മരുന്ന് തേക്കാതിരിക്കുന്നതാണ് നല്ലത്. പാലുള്ള മരത്തിൽ ഇത് തേക്കാതിരിക്കുക. പാലില്ലെങ്കിൽ നമുക്ക് മരുന്ന് തേച്ച് ടാപ്പിംഗ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ്. ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാലുൽപ്പാദനം കിട്ടുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.